തൊപ്പി വെച്ചൊരു കുഞ്ഞുവാവ, അരിമുക്കൂടാമൊരു കുഞ്ഞുവാവ. സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരും. കാരണം അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴേ അത് ഞാൻ തന്നെയാണ് എന്നാൽ ഞാനല്ല. ഏകദേശം മോളുടെ ഉള്ളിൽ നിന്നും മറ്റൊരാൾ വന്ന് മോളോട് വന്ന് സംസാരം തുടങ്ങും. എന്നോട് അങ്ങനെ ആരും സംസാരിക്കാറില്ല കേട്ടോ. ഇനി സംസാരിക്കും, ക്ലിയർ. ഇനി സംസാരിച്ച് തുടങ്ങും. നിങ്ങൾ ഇവിടുന്ന് പോകുന്നതോടുകൂടി ദേഹവും ആത്മാവും മോള് തന്നെയാണ്, ഈശ്വരനും മനുഷ്യനും മോള് തന്നെയാണ്. എനിക്ക് അങ്ങനെ ഭ്രാന്ത് പിടിച്ചതാണ്, നട്ടഭ്രാന്ത് പിടിച്ചതാണ്. ദേവി പറയുന്നത്? എനിക്കൊരിക്കലും ഭ്രാന്തില്ല. മറ്റുള്ളവർക്ക് എന്നെ കാണുമ്പോഴാണ് ഭ്രാന്ത്. ഞാൻ എന്ത് ചെയ്യാന്? തൊപ്പി വെച്ചൊരു കുഞ്ഞുവാവ, തൊപ്പി വെച്ചൊരു കുഞ്ഞുവാവ, അരിമുക്കൂടാമൊരു കുഞ്ഞുവാവ. തൊപ്പി വെച്ചൊരു കുഞ്ഞുവാവ, എൻ്റെ പൊന്നുവാവ, എൻ്റെ താമര കണ്ണാ കുഞ്ഞുവാവ. ആ തൊപ്പി വെച്ച കുഞ്ഞുവാവയ്ക്ക് കിരീടമായിരുന്നു ഉണ്ടായിരുന്നത്, സർപ്പമായിരുന്നു, 5 തലയുള്ള സർപ്പം. എന്നെ അനുസരണ പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് വിവരിച്ചു തരാമോ? സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വരും. കാരണം അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴേ എനിക്ക് വിട്ടുപോകാൻ പറ്റില്ല. മൂകമാണ്, ചെവിയൊന്നും കേൾക്കില്ല, എന്നാൽ കേൾക്കും. അത് ഞാൻ തന്നെയാണ് എന്നാൽ ഞാനല്ല. ഏകദേശം പിന്നെ അതിനെ എന്താ പറയാ, വിഷ്ണുവെന്നോ കൃഷ്ണനെന്നോ ഒക്കെ വിളിക്കാം. ദേവിയുടെ പകുതിയാണ് അയാൾ. അപ്പോൾ അതൊരു ദേവനാണ്. ദേവനാണ്. നാഗങ്ങൾ കുടിയിരിക്കുന്ന, അതായത് നമുക്കൊന്നും അറിയാൻ കഴിയാത്തത് നമ്മളെല്ലാം സ്വയം മനസ്സിലാക്കി എടുക്കണം. എല്ലാം സ്വയം മനസ്സിലാക്കി എടുക്കണം. അതായത് ഞങ്ങളെപ്പോലെ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നവരുടെ ഒരു ഡയമെൻഷനിലല്ല നാഗസൈരേന്ദ്രി ദേവി. നിങ്ങൾക്ക് അതേ രീതിയിൽ വരാം, നിങ്ങൾക്ക് നിഷ്പ്രയാസം വരാം. ഇങ്ങനെ നിങ്ങളിപ്പോൾ എന്നോട് സംസാരിക്കുന്നില്ലേ, മെൻ്റലിസം. നിങ്ങളിപ്പോൾ എന്നോട് സംസാരിക്കുന്നു, മോൾ എന്നോട് സംസാരിക്കുന്നു, ഓക്കെ. മോൾ അവിടെ നിൽക്കുന്നു, ഞാനിവിടെ നിൽക്കുന്നു. 2 വ്യക്തികൾ തമ്മിലുള്ള സംസാരം. മോൾ തുറന്ന് സംസാരിക്കുകയാണ്. പക്ഷേ മോൾ മൗനമായിട്ടിരിക്കുമ്പോൾ എവിടെയാണ് ആ സംസാരം നടക്കുന്നത്? മൗനമായിരിക്കുമ്പോൾ സംസാരിക്കുന്നില്ലേ? മിണ്ടാണ്ടിരിക്കുന്നു, ഒരല്പം നേരം മിണ്ടാണ്ടിരിക്കുക. ഇനി മോളൊന്ന് സംസാരിച്ച് നോക്കുക. അതായത് ചുണ്ടനക്കാതെ എവിടെ നിന്നാണ് സംസാരം വരുന്നത്? നിഷ്പ്രയാസം, മനസ്സ്. അതെ, തീർച്ചയായും മനസ്സിലാണ് സംസാരം നടക്കുന്നത്. മോളുടെ ഉള്ളിൽ നിന്നും മറ്റൊരാൾ വന്ന് മോളോട് വന്ന് സംസാരം തുടങ്ങും. എന്നോട് അങ്ങനെ ആരും സംസാരിക്കാറില്ല കേട്ടോ. ഇനി സംസാരിക്കും, ക്ലിയർ. ഇനി സംസാരിച്ച് തുടങ്ങും. നിങ്ങൾ ഇവിടുന്ന് പോകുന്നതോടുകൂടി നിങ്ങളിൽ എല്ലാവരും, എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടാവും, എല്ലാവരിലും ഉണ്ടാവും. എല്ലാവരിലും ഇവിടെ നിന്ന് ഒരാളും കൂടെ വന്നെത്തും. അല്ല, ആ ആളുകളെയൊക്കെ ക്ലീൻ ആക്കി തരും. അതെങ്ങനെയാണ് ദേവി അത് ഇൻജെക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? അതെനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റില്ല. കണ്ണ എക്സാമ്പിൾ കാണിച്ചു തരാൻ പറ്റുമോ? എക്സാമ്പിൾ ധാരാളം. നിങ്ങൾക്ക് ഞാൻ തന്നെയാണത്, ഞാൻ തന്നെയാണ് ആത്മാവ്. പറയൂ. ഞാൻ പറയണം? പറയൂ. ഞാൻ തന്നെയാണ് ആത്മാവ്. വീണ്ടും പറയൂ. ഞാൻ തന്നെയാണ് ആത്മാവ്. വീണ്ടും വീണ്ടും. ഞാൻ തന്നെയാണ് ആത്മാവ്. അത് എന്നെ നോക്കി പറയാതെ മോളോട് തന്നെ ഒന്ന് പറ. ഞാൻ തന്നെയാണ് ആത്മാവ്, ഞാൻ തന്നെയാണ് ആത്മാവ്, ഞാൻ തന്നെയാണ്. അത് മോള് തന്നെ കേൾക്കണം. നമ്മളെ ആരെയും കേൾപ്പിക്കാൻ വേണ്ടി പറയാതെ മോള് തന്നെ. ഞാൻ തന്നെയാണ് ആത്മാവ്, ഞാൻ തന്നെയാണ് ആത്മാവ്, ഞാൻ തന്നെയാണ് ദേഹം എന്നും കൂടി ഒന്ന് പറ. ഞാൻ തന്നെയാണ് ദേഹം. അപ്പോൾ ദേഹവും ആത്മാവും മോള് തന്നെയാണ്, ഈശ്വരനും മനുഷ്യനും മോള് തന്നെയാണ്. തീർച്ചയായിട്ടും, അല്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. ഓക്കെ, അല്ല മുത്തേ, ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരും. മോൾ എന്നോട് ചോദിച്ചില്ലേ ചേച്ചി നാഗ ഇതെങ്ങനെയാണ് എന്ന്, നാഗ അത് എങ്ങനെയാണ് അതിലേക്ക് എത്തിയതെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ നമ്മളത് മനസ്സിലാക്കി എടുക്കുകയാണ്. സ്വയം മനസ്സിലാക്കി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉള്ളിൽ നിന്ന് വരുന്നൊരു അനുഭൂതിയുണ്ട്, ഒരാത്മാനുഭൂതി. പിന്നെ നമ്മൾ അതിലങ്ങ് ലയിച്ചു പോവുക, പണ്ടാരം അടങ്ങിപ്പോവും. പിന്നെ അതിൽ നിന്നും പിന്നെ നമുക്ക് ഒരിക്കലും കര കയറാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോവും, ഭ്രാന്ത് പിടിച്ചു പോകും.
എനിക്ക് അങ്ങനെ ഭ്രാന്ത് പിടിച്ചതാ, നട്ട ഭ്രാന്ത് പിടിച്ചതാ. ദേവിക്ക് ഭ്രാന്താണെന്നാണോ ദേവി പറയുന്നത്? എനിക്കൊരിക്കലും ഭ്രാന്തില്ല, മറ്റുള്ളവർക്ക് എന്നെ കാണുമ്പോഴാണ് ഭ്രാന്ത്. ഞാൻ എന്ത് ചെയ്യാനാ?